ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചുരക്ക കൊണ്ടുണ്ടാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ മുഠിയയാണ്. ഇതൊരു ഗുജറാത്തി റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു മീഡിയം സൈസ് ചുരക്കയാണ് വേണ്ടത്. ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 250 ഗ്രാം ചുരക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചുരക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ആ സമയം കൊണ്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനു മുമ്പ് കയ്യിൽ എണ്ണ പുരട്ടി കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിച്ച് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് മാവ് ഇതുപോലെ ഓരോന്നായി ഷേപ്പ് ചെയ്തെടുത്ത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഷേപ്പ് ചെയ്തെടുത്ത് സ്റ്റീം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ നേരം ഇരുന്നാൽ ചുരക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങി മാവ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാവ് ലൂസായി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കടലമാവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടിയ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് വരെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചുരക്കയ്ക്ക് പകരം നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് കൊണ്ടും മുട്ടിയ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.